സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഹരി ഓം. പുണ്യം നിറഞ്ഞ രാമായണ മാസത്തിലെ പുണ്യമേറിയ രാമായണ സപ്താഹ ജ്ഞാനയജ്ഞത്തിൻ്റെ അതിവിശിഷ്ടമായ മൂന്നാം ദിവസം രാമായണ കർത്താവായ വാൽമീകി മഹർഷിയെയും അധ്യാത്മരാമായണ കർത്താവായ വേദവ്യാസ ഭഗവാനെയും മലയാളത്തിൽ രാമായണം എഴുതി കൈരളിയെയും കേരളീയരെയും അനുഗ്രഹിച്ച തുഞ്ചത്താചാര്യനെയും ഇന്നോളമുള്ള എല്ലാ പുരാണ ആചാര്യന്മാരെയും ഗുരുവായൂരപ്പൻ്റെ രൂപത്തിലും പാർത്ഥസാരഥിയുടെ രൂപത്തിലും മറ്റെല്ലാ രൂപങ്ങളിലും നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ പരമാത്മാവിനെയും എല്ലാ സജ്ജനങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണ പ്രഭാഷണ പരമ്പര ആരംഭിക്കുന്നു. പൂർണ്ണമായി ഭഗവത്പാദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ആരണ്യകാണ്ഡത്തിലെ അഗസ്ത്യ സ്തുതിയാണ് ഇന്ന് പാരായണം ആരംഭിക്കുന്നത്. അതിനു മുമ്പുള്ള ഭാഗം വരെയാണ് ഇന്നലെ പാരായണം ചെയ്ത് സമർപ്പിച്ചത്. നാരായണ നാരായണ നാരായണ. നീ വരുന്നതും പാർത്ത് ഞാനിരുന്നിതു മുന്നം, ദേവകളോടും കമലാസനോടും ഭവാൻ ക്ഷീരവാരിധീതീരത്തിങ്കൽ നിന്നരുൾ ചെയ്തു. ഘോരരാവണൻ തന്നെ കൊന്ന് ഞാൻ ഭൂമണ്ഡലഭാരാപഹരണം ചെയ്തിടുവനെന്ന് തന്നെ. സാരസാനനാ സകലേശ്വരാദയാനിധേ ഞാനന്ന് തുടങ്ങി വന്നിവിടെ വാണിയിടിനേൻ. ആനന്ദസ്വരൂപനാം നിന്നുടൽ കണ്ടുകൊള്ളുവാൻ താപസജനത്തോടും ശിഷ്യസംഘാതത്തോടും ശ്രീപാദാംബുജം നിത്യം ധ്യാനിച്ചു വസിച്ചു ഞാൻ. ലോകസൃഷ്ടിക്കു മുന്നം ഏകനായി ആനന്ദനായി ലോകകാരണൻ വികൽപ്പോപാധിവിരഹിതൻ തന്നുടമായതനിക്ക് ആശ്രയഭൂതയായി തന്നുടെ ശക്തിയെന്നും പ്രകൃതി മഹാമായ നിർഗുണനായ നിന്നെ ആവരണം ചെയ്തിട്ട് തൽഗുണങ്ങളെ അനുസരിപ്പിച്ചിടുന്നതും നിർവ്യാജം വേദാന്തികൾ ചൊല്ലുന്നു നിന്നെ മുന്നം ദിവ്യമാം അവ്യാകൃതമെന്ന് ഉപനിഷത് വശാൽ. മായാദേവിയെ മൂലപ്രകൃതിയെന്നും ചൊല്ലും, മായാതീതന്മാരെല്ലാം സംസൃതിയെന്നും ചൊല്ലും. വിദ്വാൻമാർ അവിദ്യയെന്നും പറയുന്നുവല്ലോ, ശക്തിയെ പല നാമം ചൊല്ലുന്നു പലതരം. നിന്നാൽ സംക്ഷോഭ്യമാണയാകിയമായ തന്നിൽ നിന്നുണ്ടായി വന്നു മഹത്തത്വമെന്നല്ലോ ചൊൽവൂ. നിന്നുടെ നിയോഗത്താൽ മഹത്തത്വത്തിങ്കലേന്ന് നിന്നുണ്ടായി വന്നു പുനരഹങ്കാരവും പുരാം. മഹത്തത്വവും അഹങ്കാരവും സംസാരവും മഹത്വേദികളേവം മൂന്നായി ചൊല്ലിയിടുന്നു. സാത്വികം രാജസവും താമസം എന്നീ വണ്ണം വേദ്യമായി ചമഞ്ഞിതു മൂന്നുമെന്നറിഞ്ഞാലും താമസത്തിങ്കൽ നിന്ന് സൂക്ഷ്മതന്മാത്രകളും ഭൂമിപൂർവക സ്ഥൂല പഞ്ചഭൂതവും പിന്നെ രാജസത്തിങ്കൽ നിന്നുണ്ടായതിന്ദ്രിയങ്ങളും തേജോരൂപങ്ങളായ ദൈവതങ്ങളും പിന്നെ സാത്വികത്തിങ്കൽ നിന്ന് മനസ്സുമുണ്ടായി വന്നു. സൂത്രരൂപകം ലിംഗം ഇവറ്റിൽ നിന്നുണ്ടായി. സർവത്ര വ്യാപ്ത സ്ഥൂല സഞ്ചയത്തിങ്കൽ നിന്നു ദിവ്യനാം വിരാൾ പുമാനുണ്ടായതെന്ന് കേൾപ്പൂ. അങ്ങനെയുള്ള വിരാൾ പുരുഷൻ തന്നെയല്ലോ തിങ്ങിയിടും ചരാചര ലോകങ്ങളാകുന്നതും. ദേവ മാനുഷ തിര്യക് യോനിജാതികൾ ബഹുസ്ഥാവര ജംഗമൗഘപൂർണമായുണ്ടായി വന്നു. ത്വന്മായാഗുണങ്ങളെ മൂന്നും ആശ്രയിച്ചല്ലോ ബ്രഹ്മാവും വിഷ്ണുതാനും രുദ്രനുമുണ്ടായി വന്നു. ലോകസൃഷ്ടിക്ക് രജോ ഗുണമാശ്രയിച്ചല്ലോ ലോകേശനായ ധാതാ നാഭിയിൽ നിന്നുണ്ടായി. സത്വമാം ഗുണത്തിങ്കൽ നിന്ന് രക്ഷിപ്പാൻ വിഷ്ണു രുദ്രനും തമോ ഗുണം കൊണ്ട് സംഹരിപ്പാനും ബുദ്ധിജാതികളായ വൃത്തികൾ ഗുണത്രയം നിത്യമംശിച്ചു ജാഗ്രൽ സ്വപ്നവും സുഷുപ്തിയും
ഇവറ്റിനെല്ലാം സാക്ഷിയായ ചിന്മയൻ ഭവാൻ നിവൃത്തൻ നിത്യൻ ഏകൻ അവ്യയനല്ലോ നാഥ. യാതൊരു കാലം സൃഷ്ടി ചെയ്യുവാനിച്ഛിച്ചു ഭവാൻ മോദമോടപ്പോൾ അംഗീകരിച്ചു മായ തന്നെ. തന്മൂലം ഗുണവാനെപ്പോലെയായിതു ഭവാൻ ത്വന്മഹാമായ രണ്ടുവിധമായി വന്നാളല്ലോ. വിദ്യയും അവിദ്യയും എന്നുള്ള ഭേദാഖ്യ വിദ്യയെന്നല്ലോ ചൊല്ലൂ നിവൃത്തി നിരതന്മാർ. അവിദ്യാവശന്മാരായി വർത്തിച്ചിടുന്ന ജനം പ്രവൃത്തി നിരതന്മാരെന്നത്രേ ഭേദമുള്ളൂ. വേദാന്തവാക്യാർത്ഥവേദികളായി സമന്മാരായി പാദഭക്തന്മാരായുള്ളവർ വിദ്യാത്മകന്മാർ. അവിദ്യാവശകന്മാർ നിത്യസംസാരികളെന്ന് അവശ്യം തത്വജ്ഞന്മാർ ചൊല്ലുന്നു നിരന്തരം. വിദ്യാഭ്യാസൈകരതന്മാരായ ജനങ്ങളെ നിത്യമുക്തന്മാരെന്ന് ചൊല്ലുന്നു തത്വജ്ഞന്മാർ. ത്വന്മന്ത്രോപാസകന്മാരായുള്ള ഭക്തന്മാർക്ക് നിർമ്മലയായ വിദ്യ താനേ സംഭവിച്ചിടും. മറ്റുള്ള മൂഢന്മാർക്ക് വിദ്യയുണ്ടാകുന്നതും ചെറ്റില്ല 100,000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ആകയാൽ ത്വൽഭക്തി സമ്പന്നന്മാരായുള്ളവർ ഏകാന്തമുക്തന്മാരില്ലേതും സംശയമോർത്താൽ. ത്വൽഭക്തി സുധാഹീനന്മാരായുള്ളവർക്കെല്ലാം സ്വപ്നത്തിൽ പോലും മോക്ഷം സംഭവിക്കയുമില്ല. ശ്രീരാമരഘുപതേ കേവലജ്ഞാനമൂർത്തേ ശ്രീരമണാത്മാരാമാ കാരുണ്യാമൃതസിന്ധോ. എന്തിനു വളരെ ഞാൻ ഇങ്ങനെ പറയുന്നു ചിന്തിക്കിൽ സാരം കിഞ്ചിൽ ചൊല്ലുവൻ ധരാപതേ. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുസംഗതി തന്നെ മോക്ഷകാരണമെന്ന് വേദാന്തജ്ഞന്മാരായ വിദ്വാൻമാർ ചൊല്ലിയിടുന്നു. സാധുക്കളാകുന്നത് സമചിത്തന്മാരല്ലോ ബോധിപ്പിച്ചിടും. ആത്മജ്ഞാനവും ഭക്തന്മാർക്കായി നിസ്പൃഹന്മാരായി വിഗതൈഷണന്മാരായി സദാ ത്വൽഭക്തന്മാരായി നിവൃത്താഖിലകാമന്മാരായി ഇഷ്ടാനിഷ്ടപ്രാപ്തികൾ രണ്ടിലും സമന്മാരായി നഷ്ടസംഗന്മാരുമായി സന്യസ്തകർമാക്കളായി തുഷ്ടമാനസന്മാരായി ബ്രഹ്മതൽപരന്മാരായി ശിഷ്ടാചാരൈകപരായണന്മാരായി നിത്യം യോഗാർത്ഥം യമനിയമാദിസമ്പന്നന്മാരായി ഏകാന്തേ ശമദമസാധനയുക്തന്മാരായി സാധുക്കൾ അവരോട് സംഗതിയുണ്ടാകുമ്പോൾ ചേതസീ ഭവൽ കഥാശ്രവണേ രതിയുണ്ടാം. ത്വൽകഥാശ്രവണേന ഭക്തിയും വർദ്ധിച്ചിടും. ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും. വിജ്ഞാനജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം. ആകയാൽ ത്വൽഭക്തിയും നിങ്കലേ പ്രേമവായ്പും രാഘവാ സദാ ഭവിക്കേണമേ ദയാനിധി. ത്വൽപാദാബ്ജങ്ങളിലും ത്വൽഭക്തന്മാരിലും എന്നുൾപ്പൂവിൽ ഭക്തി പുനരെപ്പോഴുമുണ്ടാകണം. ഇന്നല്ലോ സഫലമായി വന്നതു മമ ജന്മം. ഇന്നു മൽകൃതുക്കളും വന്നിതു സഫലമായി. ഇന്നല്ലോ തപസ്സിനും സാഫല്യമുണ്ടായി വന്നു. ഇന്നല്ലോ സഫലമായി വന്നിതുമന്നേത്രവും. സീതയാസാർത്ഥം ഹൃദി വസിക്ക സദാ ഭവാൻ. സീതാവല്ലഭ ജഗന്നായക ദാശരഥേ. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒരിടത്ത് കിടക്കുമ്പോഴും ഭുജിക്കുമ്പോഴും എന്നു വേണ്ട നാനാകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ സദാകാലം മാനസേ ഭവദ്രൂപം തോന്നേണം ദയാംബുധേ. നാരായണ നാരായണ നാരായണ. കുംഭസംഭവനിധി സ്തുതിച്ചു ഭക്തിയോടെ. ജംഭാരി തന്നാൽ മുന്നം നിക്ഷിപ്തമായ ശാപം ബാണതോണീരത്തോടും കൊടുത്തു ഖഡ്ഗത്തോടും. ആനന്ദവിവശനായി പിന്നെയും അരുൾ ചെയ്താൻ. ഭൂഭാരഭൂതമായ രാക്ഷസവംശം നിന്നാൽ ഭൂപതേ
വിനഷ്ടമായി ഇടേണം വൈകിയിടാതെ. സാക്ഷാൽ ശ്രീനാരായണനായ നീ മായയോടും രാക്ഷസവധത്തിനായി മർത്യനായി പിറന്നതും 2 യോജന വഴി ചെല്ലുമ്പോൾ ഇവിടെ നിന്ന് ഉണ്ടല്ലോ പുണ്യഭൂമിയാകിയ പഞ്ചവടി. ഗൗതമീതീരെ നല്ലോരാശ്രമം ചമച്ചതിൽ സീതയാ വസിക്കപോയി. ശേഷമുള്ളൊരു കാലം തത്രൈവ വസിച്ചു നീ ദേവകാര്യങ്ങളെല്ലാം സത്വരം ചെയ്യുന്നുടൻ അനുജ്ഞ നൽകി മുനി. നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ നാരായണ നാരായണ. ഹരി ഓം ഹരി ഓം. അയോധ്യാകാണ്ഡത്തിലെ ഭരത രാഘവ സംവാദത്തിന് തൊട്ടുമുമ്പുള്ള ഭാഗം വരെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. കഥാഭാഗങ്ങൾ നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. കാരണം കഥാഭാഗത്തിന് സമയം കൂടുതൽ ചിലവാക്കിയാൽ തത്വം പഠിക്കാൻ നമുക്കധികം സമയം കിട്ടാതെ വരുന്നത് കൊണ്ട് സുപരിചിതമായ കഥാഭാഗത്തെ നമ്മൾ സ്പർശിച്ചിട്ട് മുമ്പോട്ട് പോകുന്നു എന്ന് മാത്രം. ഏതെങ്കിലും ഭാഗത്ത് സംശയം ഉണ്ടെങ്കിൽ അത് ചോദിച്ചാൽ നമുക്കത് നിവാരണം ചെയ്യാനുള്ള സമയം കണ്ടെത്താം. വൈകിട്ടത്തേക്ക് സമയം അതിന് നമ്മൾ മാറ്റിവെക്കുന്നെങ്കിലും പലപ്പോഴും അത് സാധിക്കുന്നില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് എഴുതി വെച്ച് തരൂ. അതാകുമ്പോൾ തീർച്ചയായിട്ടും സമയമുണ്ടാക്കി നമുക്കതിന് ഉത്തരം പറയാൻ കഴിയും. അല്ലെങ്കിൽ ഇൻ്റർവൽ ഇടവേളകളിൽ ഒന്ന് സൂചിപ്പിക്കൂ. ഒരാളൊരു സംശയം പറഞ്ഞിട്ടുണ്ട്, ഓർമ്മയുണ്ട് മനസ്സിൽ. എല്ലാവരും കൂടി ശ്രീരാമചന്ദ്രൻ കാട്ടിൽ പോയെടുത്ത് ചെന്നു. അവിടെ ചെന്നിട്ട് പറയുകയാണ്, ഭഗവാൻ നേരെ വരണം. ഇവിടെ വെച്ച് തന്നെ അഭിഷേകം ചെയ്ത് ഭഗവാനെ ഞാൻ അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ട്, അല്ലാതെ അയോധ്യയിൽ കൂട്ടിക്കൊണ്ട് എന്നിട്ട് അവിടെ ചെന്ന് അഭിഷേകം ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഭരതന്റെ ഭക്തി, ശ്രീരാമഭക്തി എന്താണ്? ഭരതന്റെ ആഴത്തിലുള്ള ഭക്തി, തീവ്രമായ ഭക്തിയെ ഭരതനിൽ നിന്നും ഹനുമാനിൽ നിന്നൊക്കെ കണ്ടു പഠിക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ രാമായണമൊക്കെ വായിക്കുകയും പഠിക്കുകയും ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ ഗാഠമായിട്ട് നമ്മെ അതൊക്കെ സ്വാധീനിക്കണം. അപ്പോഴാണ് നമുക്കത് പ്രയോജനപ്പെടുക എന്ന് ഓർമ്മയിലിരിക്കട്ടെ. ഏതായാലും പറഞ്ഞു. അപ്പോൾ രാഘവൻ ഭരതനെ ആശ്ലേഷിച്ച് പറഞ്ഞു കൊടുത്തു, അത് ചെയ്യാൻ പാടില്ല. കാരണം യാതൊരുത്തൻ പിതൃവാക്യത്തെ ലംഘിച്ച് നീതിഹീനം വസിക്കുന്നിത് ഭൂതലേ. ജീവൻ മൃതനവൻ പിന്നെ നരകത്തിൽ മരിച്ചാലുമില്ലൊരു സംശയം. എന്താ പറഞ്ഞത്? അച്ഛന്റെ വാക്കിനെ ലംഘിച്ചിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും തന്നെ. ആ വാക്ക് പറഞ്ഞില്ലെങ്കിലും ആശയം അതാണ് സൂചിപ്പിച്ചത്. ജീവൻ മൃതനവൻ, മരിച്ച് ജീവിക്കുന്നവനാണ് എന്നർത്ഥം. നമ്മുടെ മിക്കവാറുമുള്ള ഒരു ചിന്താപദ്ധതി നമ്മളൊക്കെ മരിക്കാനായിട്ട് ജീവിക്കുന്നവരാണ് എന്നർത്ഥം. പലപ്പോഴും പറയുന്നത് എന്താണ്? എന്ത് ചെയ്യാം, എങ്ങനെയെങ്കിലും കുറെ കാലം കഴിച്ചു കൂട്ടണം, എന്നിട്ട് മരിക്കാനായിട്ട് ജീവിക്കണ്ട, ജീവിക്കാനായിട്ട് ജീവിക്കൂ എന്നർത്ഥം. അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നു എന്നർത്ഥം. ജീവിക്കാനായിട്ട് ജീവിക്കുന്നത് എപ്പോഴാണ്? ഗുരുനാഥൻ ജീവിതത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിൽ പറയാം, മീനിങ്ഫുൾ എക്സിസ്റ്റൻസ് ഈസ് ലൈഫ്. അർത്ഥപൂർണമായ നിലനിൽപ്പിനെയാണ് ജീവൻ എന്ന് പറയുന്നത്. മനുഷ്യൻ മാത്രമാണ്, അത് ഇംഗ്ലീഷിൽ ഗുരുനാഥന്റെ വാക്കുകൾ തന്നെ പറയട്ടെ, ഹ്യൂമൻ ബീയിങ്സ് ലിവ്, ഓൾ അതർ ബീയിങ്സ് എക്സിസ്റ്റ്. മറ്റുള്ള ജീവികളൊക്കെ വെറും നിലനിൽപ്പ്, എക്സിസ്റ്റൻസ് മാത്രമാണ്. മനുഷ്യന് മാത്രമാണ് എക്സിസ്റ്റൻസിനെ, നിലനിൽപ്പിനെ ലൈഫ് അഥവാ ജീവിതമാക്കാൻ കഴിയുന്നത്. അപ്പം നമ്മളൊക്കെ ചിന്തിക്കൂ, നമ്മൾ എക്സിസ്റ്റ് ചെയ്യാണോ അല്ലേ? എപ്പോഴാ ഈ നിലനിൽപ്പിനെ അർത്ഥപൂർണമുള്ളതാക്കണം. എങ്ങനെയാണ് അർത്ഥപൂർണമുള്ളതാക്കുക?
മനുഷ്യജന്മം കൊണ്ട് മാത്രം സാധിക്കാവുന്നതെന്തോ അത് സാധിക്കുക, ഇല്ലെങ്കിൽ അതിനുള്ള ശ്രമം, അപ്പോഴാണ് അർത്ഥവത്താകുന്നത്, മീനിങ് ഫുള്ളാകുന്നത്. മനുഷ്യജന്മം കൊണ്ട് മാത്രം സാധിക്കാവുന്നതാണ്, സാധിക്കേണ്ടതാണ് ഈശ്വര സാക്ഷാത്കാരം. അതിന് ശ്രമിക്കുന്നില്ലെങ്കിൽ, അത് സാധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ മറ്റ് ബീയിങ്സിനെ പോലെ, മറ്റ് ജീവികളെ പോലെ, മറ്റ് യോനികളെ പോലെ കൃമിജന്മത്തിലും എളുതായി വരുമീ വിഷയസുഖം. ഇവിടെ കുറച്ച് ഭക്ഷണം കഴിക്കുക, കുറച്ച് വംശവർദ്ധനവ് നടക്കുക, എവിടെയെങ്കിലും ശരീരം ചീഞ്ഞളിഞ്ഞ് ചാകുക, ഇത് മാത്രമാണെങ്കിൽ ഇത് കൃമിജന്മത്തിലും ക്ഷിപ്രസാധ്യമാണ്. പിന്നെ ഒരു മനുഷ്യജന്മം കിട്ടിയെന്ന് എന്താണ് അഭിമാനിക്കാൻ, അവകാശപ്പെടാൻ? രണ്ട് കാലിൽ നടന്നതുകൊണ്ട് മാത്രം ആരും മനുഷ്യരാവില്ല. പിന്നെ ആ നിലനിൽപ്പിനെ അർത്ഥപൂർണമാക്കുമ്പോഴാണ്, സഫലമാക്കുമ്പോഴാണ് മനുഷ്യജന്മം സാധിക്കുക. അപ്പൊ ജീവൻ മൃതൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ കോണ്ടക്സ്റ്റ് മാറ്റിയിട്ട് ആലോചിക്കൂ. ഇന്നലെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, ഉപനിഷത്തിലെയും ഭാഗവതത്തിലെയും ഒക്കെ ഒരു വാര്, എന്ത്? ആത്മഹത്യ, ആത്മഘാതി, ആത്മഹ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സാറിന് പറയുന്ന അർത്ഥം വിട്ടുള്ളൂ. മനുഷ്യജന്മം കിട്ടിയിട്ട് അത് ഈശ്വര സാക്ഷാത്കാരത്തിന് ഉപയോഗിക്കാതെ മറ്റു കാര്യങ്ങൾക്ക് ചെലവാക്കുന്നവരൊക്കെ ആത്മഹത്യ ചെയ്യുകയാണ് എന്നർത്ഥം അല്ലേ? കിട്ടിയ ജന്മത്തെ അല്ലേ? പൂന്താനം എന്താ പറഞ്ഞത്? ചുട്ടു തിന്നുന്നു ജന്മം വെറുതെ നാം, വെറുതെ പാഴാക്കി കളയുന്നു. കരളിൽ വിവേകം കൂടാതെ കണ്ട് അരനിമിഷം കളയരുത് എന്നർത്ഥം. പിന്നെ ഞാൻ പറഞ്ഞ ഭാഗത്ത് നമ്മൾ കണ്ടു, സമയത്തിന്റെ ഒരു ചെറിയ ക്ഷണം കിംക്ഷണന്മാർക്ക് വിദ്യയുണ്ടായി വരാ. സമയത്തിന്റെ ഒരു ചെറിയ ഭാഗം സാരമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരിക്കലും വിദ്യയുണ്ടാകില്ല. ധനത്തിന്റെ ഒരു ചെറിയ അംശം സാരമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരിക്കലും ധനവാനാകാൻ സാധ്യമല്ല. കടം, അത് പറഞ്ഞുകൊണ്ട് അത് മുഴുവൻ പറയാം. കടം, ഇർണം, ചെറിയൊരു ഭാഗം സാരമില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഒരിക്കലും ധനം ഉണ്ടാകില്ല. അതേപോലെ നാലാമത്തേതോ, കിം ദേവന്മാർക്ക്, ദേവന്മാരെ അവഗണിക്കുന്നവർക്ക്, അവർക്കും സുഖവും ഉണ്ടായി വരാൻ. അപ്പൊ സമയത്തിന്റെ ഒരു ചെറിയ അംശം പോലും അർത്ഥവത്തായിട്ട് ഉപയോഗിക്കുക എന്നതാണ് മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത്. വെറുതെ ഇങ്ങനെ സീരിയലുകൾ കണ്ടും പൈങ്കിളി മാസിക വായിച്ചും വേണ്ടാത്തത് ചിന്തിച്ചും പറഞ്ഞും ജന്മം പാഴാക്കാതെ ഇരിക്കൂ. ഇപ്പൊ ജീവൻ മൃതൻ എന്നുള്ളത് ഇവിടെ പറഞ്ഞതിന്റെ മറ്റൊരു തലം നമ്മൾ കാണാൻ ശ്രമിച്ചതാണ്, ഓർമ്മയിലിരിക്കട്ടെ. അതുകൊണ്ട് എന്ത് വേണം? നീ പരിപാലിക്ക രാജ്യവും ഞാൻ ദണ്ഡകം തന്നിൽ വാണിയിടുവൻ. അപ്പോൾ ഉടനെ ഭരതൻ പറഞ്ഞ മറുപടി, കാമുകനായ താതൻ മൂഢമാനസൻ സ്ത്രീജിതൻ ഭ്രാന്തൻ ഉന്മത്തൻ വയോധികൻ രാജഭാവം കൊണ്ടു രാജസമാനസൻ ചൊന്ന വാക്യം ഗ്രാഹ്യമല്ല മഹാപതേ. മരിച്ചുപോയ അച്ഛനെ ഭംഗിയായിട്ട് പറഞ്ഞു വന്നത് നോക്കൂ. ഇതിൽ നിന്ന് എന്താ പഠിക്കേണ്ടത്? നമ്മളെന്താ പഠിക്കേണ്ടത്? അരുതാത്തത് ചെയ്താൽ മക്കൾ പോലും നമ്മുടെ നേരെ, മരിച്ചാൽ പോലും അവർ വിടുകയില്ല എന്നർത്ഥം. അപ്പൊ എന്ത് ചെയ്യണം? ജീവിച്ചിരിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യൂ, ചെയ്യേണ്ടത് മാത്രം ചെയ്യൂ. തസ്മാത് ശാസ്ത്രം പ്രമാണം തേ കാര്യാകാര്യ വിവേചനം. ഗീതയിൽ ഭഗവാൻ ഉറപ്പിച്ചു പറയുന്നു, കാര്യ അകാര്യ വിവേചനം നമുക്കറിയാൻ വയ്യെങ്കിൽ എന്ത് വേണം? ശാസ്ത്രത്തെ ആശ്രയിക്കൂ, അഥവാ ശാസ്ത്രം പഠിച്ച മഹാത്മാക്കളെ ആശ്രയിക്കൂ. പണ്ട് നമ്മുടെ സംസ്കാരത്തിൽ എല്ലാവരും ഗുരുനിർദ്ദേശം അനുസരിച്ച് മാത്രമേ ജീവിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്തുവരും? ഒരിക്കലും ഭരണകർത്താക്കളോ ഗൃഹസ്ഥനോ ആരും വഴിപിഴയ്ക്കുന്ന ഒരു പ്രശ്നമേ ഇല്ല. ഇത് ഉപദേശിക്കുന്ന ഗുരുവിനോ, അത് ഗുരുവിന് യാതൊരു സംഘവുമില്ലാത്ത ആളാണ്. അതുകൊണ്ട് ശരിയായ വഴി മാത്രം ഉപദേശിച്ചു തരും അല്ലേ? ബ്രാഹ്മണാ സന്തു നിർഭയാ
ശാന്തിപഥത്തിൽ എന്തുകൊണ്ട് അങ്ങനെ സൂചിപ്പിക്കുന്നു? അവിടെ ബ്രാഹ്മണൻ സൂചിപ്പിച്ചത് എന്താണ്? ബ്രഹ്മജ്ഞാനിയായ മഹാത്മാവിനെയാണ്. അത് ജന്മം കൊണ്ട് ചണ്ടാളനാണെങ്കിലും ഏത് വർണ്ണത്തിൽ പിറന്നവനാണെങ്കിലും ബ്രഹ്മജ്ഞാനം നേടിയാൽ ബ്രാഹ്മണനായി. ആ ബ്രാഹ്മണന്റെ ഉപദേശമാണ് സ്വീകരിക്കേണ്ടത്. ഒരിക്കലും പിന്നെ ദോഷം വരില്ല. അതിൽ നിന്നൊക്കെ നമ്മൾ വ്യതിചലിച്ചതാണ് ഇന്ന് കാണുന്ന സകല. ഇല്ല, ഓരോ ദിവസം പേപ്പർ എടുത്തിട്ട് പറയാണ്. ഇന്നലെ ഒരാൾ പേപ്പർ എടുത്തിട്ട് പറയുന്നത് കേട്ടു. ഇങ്ങനെ ഓരോ ദിവസം പേപ്പർ എടുക്കുമ്പോഴും നമ്മൾ ഇതേ വാചകം പറയില്ലേ? കാരണം റിപ്പോർട്ട് ചെയ്യുന്ന അത് ഒരിക്കലും മനുഷ്യന്റെ ചിന്തയ്ക്ക് അതീതമായ, ഭാവനയ്ക്ക് അതീതമായ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. സായിപ്പ് ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദാൻ ഫിക്ഷൻ എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ഇത്രയ്ക്ക് വിചാരിച്ചില്ല. ഇപ്പൊ സത്യത്തിൽ കാണുന്നതല്ലേ? കഥകളിലോ നോവലിലോ പോലും പ്രതിപാദിക്കാത്ത തരത്തിലുള്ള ഹീനവും ക്രൂരവും എന്തുകൊണ്ട് വരുന്നു? ഇത് ആലോചിക്കൂ. നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങളാണ്. ഈ ആധ്യാത്മിക സംസ്കാരം നമ്മിൽ നിന്ന് വിട്ടുപോയതാണ് ഇതിന് മുഴുവൻ കാരണം. അതുകൊണ്ട് നമുക്കെന്ത് ചെയ്യാൻ പറ്റും? ലോകം മുഴുവനും കൂടെ നന്നാക്കാൻ നമ്മൾ വിചാരിച്ചാൽ പറ്റില്ല. പക്ഷേ എന്ത് സാധിക്കും? നമുക്ക് ഓരോരുത്തർക്കും. ഗുരുനാഥൻ എപ്പോഴും പറഞ്ഞു തരുമായിരുന്നു, യു ചേഞ്ച് ആൻഡ് ദ വേൾഡ് വിൽ ചേഞ്ച്. അപ്പൊ ലോകത്തെ നന്നാക്കിയിട്ട് സ്വയം നന്നാകാൻ കാത്തിരിക്കരുത്, സ്വയം നന്നാകാൻ ശ്രമിക്കൂ. നന്നാകാൻ ശ്രമിക്കുന്ന ഒരാളെ തടയാൻ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ല. ഈ ആധ്യാത്മിക സംസ്കാരത്തിന്റെ മാഹാത്മ്യം നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയട്ടെ, അത് ജീവിതത്തിൽ പകർത്താൻ കഴിയട്ടെ, ആവോളം അടുത്ത തലമുറയ്ക്കത് പകർന്നു കൊടുക്കാനും കഴിയട്ടെ. അത് നമുക്കുള്ള ധാർമ്മിക ഉത്തരവാദിത്വമാണ്. അതിൽ നിന്ന് നമ്മൾ പിൻപോട്ട് മാറാതിരിക്കട്ടെ. ഭരതൻ അച്ഛനെ ചീത്ത പറഞ്ഞതിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്, ഓർമ്മയിലിരിക്കട്ടെ എന്ന്. അപ്പൊ ഭഗവാൻ വഴക്കൊന്നും പറഞ്ഞില്ല, അങ്ങനെയൊന്നും അച്ഛനെ പറയരുതെന്നൊന്നും അല്ല പറഞ്ഞത്. പിന്നെന്താണ്? ഭൂമി ഭർത്താപിതാ നാരീജിതനല്ല, കാമിയുമല്ല, മൂഢാത്മാവുമല്ല കേൾ. ഇങ്ങനൊന്നും അല്ല സംഭവിച്ചത്, നിനക്ക് തെറ്റിദ്ധാരണയാണ്. പിന്നെ താതൻ അസത്യഭയം കൊണ്ട് ചെയ്തതിനേതുമേ ദോഷം പറയരുതോർക്ക നീ. സാധുജനങ്ങൾ നരകത്തിലും അതിഭീതി പൂണ്ടിയിടും അസത്യത്തിൽ മാനസേ. മഹാബലിയെ ബന്ധിച്ച സമയത്ത് എന്താണ് പറഞ്ഞത്? ഞാൻ സത്യം പാലിക്കാത്തവനാണെന്ന് മാത്രം ഭഗവാനെ അവിടുന്ന് പറയരുത്. ചരിത്രത്തിൽ എനിക്ക് അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടാവാതിരിക്കട്ടെ. വേറെ എന്ത് വന്നാലും സാരമില്ല. വരണപാശത്തിൽ കെട്ടിയതോ പാതാളത്തിൽ പോകുന്നതോ ഒന്നും എനിക്ക് യാതൊരു പ്രയാസമില്ല ഭഗവൻ. പക്ഷെ ഒരിക്കലും മഹാബലി അസത്യവാദിയാണ് എന്നൊരു പേര് കേൾപ്പിക്കരുത്. ഇവിടെ എന്താണ് ശ്രീരാമചന്ദ്രൻ അച്ഛനെ കുറിച്ച് പറഞ്ഞത്? സാധുജനങ്ങൾ നരകത്തിലും അതിഭൂതി. അവിടെ ചെന്നാൽ പോലും നരകത്തിൽ വസിക്കുന്നതിന് വിരോധമില്ല, പക്ഷേ അവിടെ ഞാൻ അസത്യവാദിയാണ് എന്നൊരു പേരുദോഷം ഒരിക്കലും ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഭരതൻ എന്താ മറുപടി പറഞ്ഞത്? എന്നാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഉൾട്ടാക്കാം. എങ്ങനെ? എങ്കിൽ ഞാൻ വാഴ്വേൻ വനെ നിന്തിരുവടി സങ്കടമെന്നേ. അപ്പൊ ഒരാൾ കാട്ടിൽ വേണം, ഒരാൾ നാട്ടിലും വേണം. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, ചേട്ടൻ കാട്ടിലിരുന്നോളൂ അല്ലേ? പണ്ട് പറയാറില്ലേ, ഒന്നുകിൽ അമ്മാവൻ വേലി കെട്ട് ഞാൻ കല്യാണത്തിന് പോവാം, അല്ലെങ്കിൽ ഞാൻ കല്യാണത്തിന് പോവാം അമ്മാവൻ വേലി കെട്ട്. രണ്ടിലേതെങ്കിലും ഒന്ന് സമ്മതിക്കണ്ടേ എന്ന് പറഞ്ഞ പോലെയാണ് ഭരതൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു. എന്ത്? ജ്യേഷ്ഠൻ നാട്ടിലേക്ക് പോയിക്കോളൂ, ഞാൻ. അപ്പൊ ഒരു മകൻ കാട്ടിലിരിക്കണമെന്നല്ലേ ഉള്ളൂ. ഉടനെ എന്താ പറഞ്ഞത്? രാജ്യം നിനക്കും എനിക്ക് വിപിനവും പൂജ്യനാം താതൻ വ്യത്യയമായി അനുഷ്ഠിച്ചാൽ. വ്യത്യയം എന്ന് പറഞ്ഞാൽ അതിന് വിരുദ്ധമായിട്ട്, വിപരീതമായിട്ട് അനുഷ്ഠിച്ചാൽ നമുക്ക് സത്യവിരോധമാകും. ഇപ്പൊ ഒരാൾ കാട്ടിലേക്ക് പോകും, ഒരാൾ നാട്ടിലിരിക്കും എന്നുള്ളതായിരുന്നു വ്യവസ്ഥ എങ്കിൽ ശരിയാണ്, ഒരാൾ മതി. ഇതിപ്പോ അങ്ങനെയല്ല. രാമൻ കാട്ടിലേക്ക് പോകണം, ഭരതൻ രാജാവാകണം, ഇതായിരുന്നു, സ്പെസിഫിക് ആയിരുന്നു എന്ന്. ഒരു ആംബിഗ്വിറ്റിയും ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്ത് വേണം? അത് മറിച്ച് അനുഷ്ഠിച്ചാൽ സത്യവിരോധം വരും. അതുകൊണ്ട് പാടില്ല. ഇപ്പൊ ചില കുട്ടികളുടെ നിർബന്ധം പോലെ ഭരതൻ
ദർഭ വിരിച്ചു കിഴക്ക് തിരിഞ്ഞു നിന്നപ്പോൾ വെയിലത്ത് പുക്കൂ ഭരതനും. മരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കുറെ വെട്ടി നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പോലെയാണേ. അതുകൊണ്ട് കുറച്ച് വെയിലൊക്കെ അവിടെ നന്നായിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ നിർബന്ധ ബുദ്ധി കണ്ടപ്പോൾ രഘുവരൻ തൽബോധനാർത്ഥം നയനാന്തസംജ്ഞയാ ചൊന്നാൻ ഗുരുവിനോടപ്പോൾ. എന്ത് ചെയ്തു? വല്ലാത്ത നിർബന്ധ ബുദ്ധി കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്ന് കണ്ണിറുക്കി കാണിച്ചു. അന്നേ ഉണ്ട് ഈ ടെക്നിക്കൊക്കെ എന്നർത്ഥം അല്ലേ? കണ്ണിറുക്കി സിഗ്നൽ കൊടുക്കുക എന്നൊക്കെ ഉള്ളത് എന്നർത്ഥം. ഗുരുവിനോട് പറഞ്ഞു ഒന്ന് കൈകാര്യം ചെയ്യണമല്ലോ, ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ ഉത്തരവാദിത്വം വസിഷ്ഠൻ ഏറ്റെടുത്തു. കാരണം ഗുരുവിന് എപ്പോഴും പരമമായ സ്ഥാനമാണ്. ഗുരുവിന്റെ വാക്ക് എപ്പോഴും ലാസ്റ്റ് ആൻഡ് ഫൈനലാണ്. അവിടെ പിന്നെ യാതൊരു അതിന് പിന്നെ അപ്പുറത്തൊരു സുപ്രീം കോർട്ട് ഇല്ല എന്നർത്ഥം അല്ലേ? ഗുരുവിന്റെ വാക്കാണ് സുപ്രീം. ഇപ്പൊ എന്ത് പറഞ്ഞു? മൂഢനായ ഈടല കേൾക്ക നീയെങ്കിലോ ഗൂഢമായോ ഒരു വൃത്താന്തം നിർവാത്മജ. ഇത്രയൊക്കെ നീ ബഹളം ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുവരെ പറയാത്ത ഒരു രഹസ്യം ഞാനിതാ ഇപ്പോൾ പൊട്ടിക്കാൻ പോകുന്നു. എന്ത്? ആരാണെന്നൊക്കെ ഭഗവാന്റെ ഐഡന്റിറ്റിയൊക്കെ സൂചിപ്പിച്ചു. ഭൂമിയിൽ സൂര്യകുലത്തിൽ അയോധ്യയിൽ ഭൂമിപാലാത്മജനായി പിറന്നിതു. ആര്? രാമനാകുന്നതു നാരായണൻ വരൻ. സാക്ഷാൽ നാരായണൻ തന്നെയാണ് ഇവിടെ ശ്രീരാമനായിട്ട് പിറന്നിരിക്കുന്നത്. കാര്യം എന്താണ്? രാവണനെ കൊന്ന് ധർമ്മത്തെ രക്ഷിച്ചു ദേവകളെ പരിപാലിച്ചു കൊള്ളുവാൻ. നേരത്തെ നമ്മൾ കണ്ടു പുരുഷ സൂക്തം ചൊല്ലി ഭഗവാനെ സ്തുതിച്ചതും ഭഗവാൻ അനുഗ്രഹിച്ചതുമൊക്കെ. അപ്പോൾ ഈ കൂടെ വന്നിരിക്കുന്ന ആരൊക്കെയാണ്? യോഗമായ ദേവിയായതു ജാനകി, ഭോഗിപ്രവരനാകുന്നതു ലക്ഷ്മണൻ. സഷാൽ അനന്തനാണ് വന്നിരിക്കുന്നത്. അനന്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തമില്ലാതെ നീണ്ടുപോകുന്ന കാലം. അനന്തമായ കാലത്തിന്റെ പ്രതീകമാണ് അനന്തൻ. ആ അനന്തനാണ് ഇവിടെ ലക്ഷ്മണനായിട്ട് വന്നിരിക്കുന്നത്. ലോകമാതാവും പിതാവും ജനകജ രാഘവന്മാരെന്നറിയ വഴിപോലെ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരം. അതുപോലെയാണ് ഇവിടെ ലോകമാതാവും പിതാവുമായിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. അപ്പൊ രാവണനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ. മന്ദരാവാക്യവും കൈകേയിത്ത നിർബന്ധവും ദേവകൃതമെന്നറിയുക നീ. നിമിത്തമാത്രം ഭവ എന്ന് അർജുനനോട് ഭഗവാൻ പറഞ്ഞില്ലേ? ഇതൊക്കെ ഇങ്ങനെ സങ്കല്പിച്ച് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. നീ അതിലൊരു നിമിത്തമായാൽ മതി. ഇവിടെ എന്താ പറഞ്ഞത്? മന്ധരാവാക്യവും കൈകേയി നിർബന്ധമൊക്കെ അവരുടെ കുറ്റമല്ല. കാരണം ഇങ്ങനെയൊക്കെ സംഭവിക്കണം. അതിന് ആരെങ്കിലുമൊക്കെ ഒരു നിമിത്തമാവണം. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് എന്ത് വേണം? ശ്രീരാമദേവ നിവർത്തനത്തിങ്കലുള്ള ആഗ്രഹം നീയും പരിത്യജിച്ചിടുക. അതുകൊണ്ട് ശ്രീരാമചന്ദ്രനെ നിവർത്തിച്ച് പ്രവൃത്തി മാർഗം നിവൃത്തി മാർഗം എന്ന് രണ്ടെണ്ണം നമ്മൾ ഇനിയും പഠിക്കും. ഇനി വേറെ റെഫറൻസിൽ വരുന്നുണ്ട്. പ്രവൃത്തി മാർഗം എന്ന് പറഞ്ഞാൽ കർമ്മത്തിന്റെ വഴിക്ക് നൂലാമാലയിൽപ്പെട്ട് വീണ്ടും 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 കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുക. നിവൃത്തി മാർഗം എന്ന് പറഞ്ഞാലോ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മത്തിന് അവസാനം ഉണ്ടാക്കുക. എന്നും എക്കാലവും ജീവിതം മുഴുവൻ കർമ്മം ചെയ്ത് കളയാനല്ല, അഥവാ ജീവിതം വ്യർത്ഥമാക്കാനല്ല. ആ വാക്ക് പറയുന്നതുകൊണ്ട് നമുക്ക് തെറ്റില്ല എന്നർത്ഥം. ജന്മം മുഴുവൻ കർമ്മം ചെയ്യാനല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് കർമ്മത്തിൽ നിന്ന് മോചനം നേടണം. കർമ്മത്തിൽ നിന്ന് മോചനം നേടാൻ ആദ്യം എന്താ വഴി? കർമ്മം തന്നെ ഉപയോഗിക്കണം എന്നർത്ഥം. പഴയ ആചാര്യന്മാരും ഉപദേശത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഉദാഹരണം, നെയ്യ് കഴിച്ചിട്ടുണ്ടാകുന്ന അജീർണത്തിന്, അജീർണം എന്ന് പറഞ്ഞാൽ അറിയാം, ഇൻഡൈജഷൻ, അതിനെന്താ കഴിക്കുന്നത്? മരുന്ന്. നെയ്യ് തന്നെയാണ് മരുന്നായിട്ട് കഴിക്കുന്നത്. പക്ഷെ അതിൻ്റെ പ്രത്യേകത എന്താണ്? മരുന്നൊക്കെ ചേർത്ത് പറയുന്ന ഡോസിൽ, അല്ലേ? ഇംഗ്ലീഷിലെ മരുന്ന് എഴുതുന്നത് എന്താ? ഓർ ആസ് പ്രിസ്ക്രൈബ്ഡ് ബൈ ദി ഫിസിഷ്യൻ, അല്ലേ? ചികിത്സകന്റെ നിർദ്ദേശം അനുസരിച്ച്. പക്ഷെ ആ നെയ്യ് കഴിക്കുന്നത് കൊണ്ട് നെയ്യ് കഴിച്ചുണ്ടായ ദോഷം എങ്ങനെയാണോ മരുന്ന് ആയിട്ട് ഈ നെയ്യ് കഴിക്കുന്നത്, അതേപോലെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുക എന്ന കർമ്മത്തിനെ എന്ത് ചെയ്യണം? വിധിപ്രകാരം
പറയുന്ന പോലെ ഒക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? കർമ്മമാകുന്ന രോഗത്തിന് കർമ്മമാകുന്ന ചികിത്സ. കർമ്മരോഗത്തിന് കർമ്മം രോഗമാണെന്ന് എങ്ങനെയാ പറയുക? അതെ. എന്തുകൊണ്ട്? എല്ലാ കർമ്മങ്ങളും അജ്ഞാനത്തിൻ്റെ സന്തതികളാണ്. നന്നായിട്ട് ഉറപ്പിച്ചു. ഉള്ളിലൊന്ന് എഴുതിയിട്ട് ഉറപ്പിക്കൂ എന്നർത്ഥം. എന്താണ്? എല്ലാ കർമ്മങ്ങളും അജ്ഞാനത്തിൻ്റെ സന്തതി. അങ്ങനെയാണ് പിന്നെ എങ്ങനെയാ കർമ്മം ചെയ്തുകൊണ്ട് കർമ്മത്തിൽ നിന്ന് മോചനം നേടുന്നത്? സ്വപ്നത്തിൽ നിന്ന് ഉണരുന്നത് എങ്ങനെയാണ്? സ്വപ്നത്തിലെ ഒരു രംഗം കണ്ടിട്ട് സ്വപ്നത്തിൽ നിന്ന് ഉണരാറില്ലേ? ഗംഗയിലേക്ക് എടുത്ത് ചാടി എന്നൊക്കെ നനഞ്ഞപ്പോഴാണ് ഉണർന്നത്. നോക്കിയപ്പോൾ എന്താണ്? പേരക്കുട്ടി അടുത്ത് കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. എന്താന്ന് സംഭവിച്ചതെന്ന്. അപ്പൊ സ്വപ്നാവസ്ഥയിലുണ്ടാകുന്ന ഒരനുഭവം സ്വപ്നത്തിൽ നിന്ന് ഉണരാൻ നമ്മെ എങ്ങനെ സഹായിക്കുമോ അതുപോലെ കർമ്മത്തിൽ നിന്ന് ഉണരാൻ കർമ്മം സഹായിക്കും. അതിനാര് വേണം? ഗുരുനാഥൻ വേണം. തത്വത്തിനുള്ളിലുദയം ചെയ്തിരുന്ന പൊരുളെത്തിയിടുവാൻ ഗുരുപദാന്തേ ഭജിപ്പവന് മുക്തിക്ക് തക്കൊരുപദേശം തരും ജനനമറ്റിയിടുമെന്നവന്. ആർക്കാപ്പത് ഈ ഉപദേശം കിട്ടുക? ഗുരുപദേശം. തത്വത്തിനുള്ളിൽ ഈ കാണുന്ന എല്ലാറ്റിനെയും തത്വങ്ങളായിട്ട് കണ്ടിട്ട് അതിൻ്റെ ഉള്ളിൽ ഉദയം ചെയ്തിരിക്കുന്ന പൊരുളിനെ അറിയാൻ താല്പര്യമുള്ളവർക്ക് ജിജ്ഞാസ എന്ന് സൂചിപ്പിക്കുന്ന ആ വാക്കിനെയാണ്. ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീന്ന് 4 കൂട്ടരെ ഭഗവാൻ ഗീതയിൽ സൂചിപ്പിക്കുന്നതിലെ ജിജ്ഞാസു ആ കാറ്റഗറിയിൽ വരുന്നത്. എന്ത്? ഭഗവത് തത്വത്തെ അറിയാനുള്ള അദമ്യമായ ആഗ്രഹം. അതാണ് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടുവാൻ. അതിനെവിടെ എത്തും? ഗുരുപദാന്തത്തിലല്ലാതെ വേറെ എങ്ങും പോകാൻ ഇല്ല. അങ്ങനെ ഗുരുവിനെ ശരണം പ്രാപിച്ചു കഴിയുമ്പോൾ ഉപദേശം കിട്ടും. യാതൊരു സംശയവുമില്ല. ഗുരു തരുമോ ഇല്ലയോ എന്ന് യാതൊരു സംശയമില്ല. എന്തുകൊണ്ട്? ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസഃ ശ്രദ്ധ. ഈ ശ്രദ്ധയുള്ളവന് മാത്രമേ ഗുരുവിൻ്റെ അടുത്ത് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ശ്രീരാമൻ ആരാണെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഇത് മുഴുവൻ നിമിത്തം ആ വാക്ക് പറഞ്ഞതിനാണ് നമ്മൾ ഇത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചത്. കൈകേയിയെയോ മന്ധരയോ ദശരഥനെയോ ഒന്നും ഇക്കാര്യത്തിൽ കുറ്റം പറയണ്ട. ഭഗവത് സങ്കല്പം നടക്കാൻ ഇങ്ങനെയൊക്കെ വേണ്ടി വരുന്നു. അതുകൊണ്ടാണ് ഇത് ഒരിക്കലും കള്ളം പറയാനും വേണ്ടാത്തത് ആവശ്യപ്പെടാനുമുള്ള ഒരു എക്സ്ക്യൂസായിട്ട് അഥവാ മുൻകൂർ ജാമ്യമായിട്ട് കാണാതിരിക്കട്ടെ. ആഹാ, അങ്ങനെയാണോ? ഭഗവാന്റെ സങ്കല്പം അങ്ങനെയാണ്, എന്നാൽ ഇതും ഭഗവാന്റെ സങ്കല്പമാണ് എന്ന് പറഞ്ഞ് വേണ്ടാത്തത് ചെയ്യാനല്ല എന്നർത്ഥം. അത് നമ്മുടെ ഉള്ളിലെ ദുർവാസനകളെ വളർത്തുക മാത്രമാണ് ചെയ്യുന്നത്. എഴുത്തച്ഛൻ ഭാഷാഗാനത്തിൽ ഒഴിവാക്കിയ ഒരു രംഗമാണ് കാട്ടിൽ ചെല്ലുമ്പോൾ ഈ ശ്രീരാമനെ വിളിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ പോകുമ്പോൾ ആദ്യം ഭരതൻ പറയുന്നത് തന്നെ എന്താണ്? കൈകേയി ഒഴിച്ച് ഉള്ള മാതാക്കൾ എന്നാണ് പറയുന്നത്. പക്ഷെ പോകുമ്പോൾ എന്തായാലും മറ്റുള്ള അമ്മമാരെന്ന് പറയുമ്പോൾ ഒന്ന് കണ്ണ് കാണിച്ചു പോട്ടെ, വന്നോട്ടെ, ഞാനിങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും പാവും, വന്നോട്ടെ എന്ന് പറഞ്ഞത്രേ. അവിടെ ചെന്നിട്ട് കൈകേയിയമ്മ ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? ശ്രീരാമനെ മാറ്റി നിർത്തി ക്ഷമസ്വമമ ദൗരാത്മ്യം എന്ന് പറഞ്ഞു എന്നാണ്. ദൗരാത്മ്യം എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവൃത്തി. ഭാഗവതത്തിൽ കംസനെ കൊണ്ട് ഈ വാക്ക് വേദവ്യാസ ഭഗവാൻ പറയിപ്പിക്കുന്നുണ്ട്. മമ ദൗരാത്മ്യം. വസുദേവരെയൊക്കെ അഴിച്ചു വിട്ടിട്ട് അവരോട് ചെന്ന് ക്ഷമാപണം നടത്തുമ്പോൾ കംസൻ പറയും ക്ഷമസ്വമമ ദൗരാത്മ്യം. ദൗരാത്മ്യം എന്ന് പറഞ്ഞാൽ ദുഷ്പ്രവൃത്തി. അപ്പൊ അവിടെ കൈകേയി ശ്രീരാമനോട് പറയും ക്ഷമസ്വമമ ദൗരാത്മ്യം. പക്ഷേ എഴുത്തച്ഛൻ ഭാഗവതത്തിൽ അത് ഒഴിവാക്കി. കൈകേയി ആണെങ്കിലും രണ്ടാനമ്മയാണെങ്കിലും അമ്മയെക്കൊണ്ട് ക്ഷമ പറയിപ്പിക്കുന്നത്
ഒഴിവാക്കാം എന്ന് വിചാരിച്ചിരിക്കാം. എന്തായാലും ഇവരൊക്കെ അതിന് നിമിത്തമായത് മാത്രമേ ഉള്ളൂ. പശ്ചാത്താപം, ചെയ്ത പ്രവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണ് പശ്ചാത്താപം. പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞിട്ടുള്ളത്, പൂർവം എന്ന് പറഞ്ഞാൽ അതിന് മുമ്പുള്ള, പൂർവ്വതാപം എന്ന് പറഞ്ഞാൽ ഒരു സംഗതി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദുഃഖിക്കുന്നതിനെയാണ്, അഥവാ വേണ്ടെന്ന് വെക്കുന്നത്. ഇത് കഴിഞ്ഞിട്ടുള്ളതിനെയാണ് പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ടുള്ളത്. പശ്ചാത്താപമാണ് പശ്ചാത്താപം എന്നുള്ള വാക്ക് നമ്മൾ പറയുന്നത്. ഇവിടെ പശ്ചാത്താപം എന്തിനുപകരിക്കണം? വീണ്ടും ആ തെറ്റ് ചെയ്യാതിരിക്കുക. ഇപ്പൊ പശ്ചാത്തപിച്ചു, നാളെ വീണ്ടും അതേ തെറ്റ് ചെയ്തു, മറ്റന്നാൾ വൈകിട്ട് 2 തവണ പശ്ചാത്തപിച്ചു, കാര്യമില്ല. പശ്ചാത്താപം എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തെറ്റാണ് എന്ന് ബോധ്യമാകുക, ആ തെറ്റിനി ഞാൻ ആവർത്തിക്കുകയില്ല എന്ന് ഉറപ്പിക്കുക, അതിനെയാണ് പശ്ചാത്താപം എന്ന് സൂചിപ്പിക്കുക. ഇവിടെ ഏതായാലും ഈ എഴുത്തച്ഛൻ അത് ഒഴിവാക്കിയെന്ന സന്ദർഭവശാൽ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും വസിഷ്ഠന്റെ വാക്ക് കേട്ടതോടുകൂടി യുദ്ധം ഗുരൂക്തികൾ കേട്ടു ഭരതനും ചിത്തെ വളർന്നൊരു വിസ്മയം കൈക്കൊണ്ട് ഭക്ത്യാരഘൂത്തമസന്നിധൗ സാദരം ഗത്വാ മുഹുർനമസ്കൃത്വാ സസോദരം. ഗുരുനാഥന്റെ ഈ വാക്കുകൾ കേട്ടതോടുകൂടി ചിത്തേ വളർന്നോരു വിസ്മയം. അപ്പോഴാണ് മനസ്സിലായത്, ആഹാ, ഇതുവരെ എനിക്ക് ജ്യേഷ്ഠൻ എന്നുള്ള ഒരു ഭക്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോഴോ സാക്ഷാൽ സർവേശ്വരനാണ് ഈ രാമൻ എന്ന് മനസ്സിലാക്കിയതോടുകൂടി ഭഗവാന്റെ അടുത്ത് ചെന്ന് വീണ്ടും വീണ്ടും നമസ്കരിച്ചു. മുഹുർ നമസ്കൃത്വ, വീണ്ടും 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 നമസ്കരിച്ചു. ഭഗവാൻ ക്രിയോപദേശത്തില് ഉദ്ധവരോട് പറയും, ഇത് തന്നെ നമ്മളിവിടെ കാണും കിഷ്കിന്ധാകാണ്ഡത്തിലെ ക്രിയാമാർഗോപദേശത്തില്. ഭഗവത് ശിരോമത്പാദയോ കൃത്വ, എങ്ങനെയാണ് നമസ്കരിക്കേണ്ടത്? ശിരസിനെ എൻ്റെ പാദങ്ങളില് പിന്നെ ബാഹുഭ്യാം ജ പരസ്പരം, കൈ ഇങ്ങനെ വേണം നമസ്കരിക്കാൻ. എന്തുകൊണ്ടാണ്? ഇടത്തെ കൈ ഇടത്തെ പാദത്തിലും വലത്തെ കൈ വലത്തെ പാദത്തിലും വേണം മുട്ട. അപ്പൊ ഇങ്ങനെ തൊട്ടാലോ നേരെ തിരിച്ചാകും. അതുകൊണ്ട് ഇതൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് വേണം? രക്ഷമാം ഘോര സംസാരാത്. എന്തായിരിക്കണം ഏറ്റവും ഒടുവിലത്തെ പ്രാർത്ഥന? നമ്മുടെ കല്യാണം നടക്കണേ, അത് കിടക്കണേ, ഇത് കിടക്കണേ എന്നുള്ള പ്രാർത്ഥനയൊന്നും അല്ല പൂജ കഴിയുമ്പം വേണ്ടത്. പിന്നെന്താണ്? രക്ഷമാം ഘോര, ഈ ഭീകരമായ സംസാരാർണവത്തിൽ നിന്ന് തന്നെ മോചിപ്പിക്കണേ ഭഗവാനെ എന്നുള്ളതായിരിക്കണം പ്രാർത്ഥന. അപ്പൊ അതുകൊണ്ട് എന്നിട്ട് ഭഗവാനോട് പറയുകയാണ്, പാതുകാം ദേഹി, ഭഗവാനെ അവിടുത്തെ പാതുകം മെതിയടി അടിയന് തന്നാലും. എന്തിന്? പാദബുദ്ധ്യാ മമ സേവിച്ചുകൊള്ളുവൻ. സേവിച്ചുകൊള്ളുവൻ എന്നും പറയാം, കൊള്ളുവാൻ എന്നും പറയാം, രണ്ടുപേരുടെ ശരിയാണ്. എന്തുകൊണ്ട്? ഈ പാതുകം കൊണ്ടുപോയിട്ട് പാദബുദ്ധ്യ, ഇത് പാതുകമല്ല പിന്നെ ഭഗവാന്റെ പാദം തന്നെയാണ്. ഗുരുനാഥന്റെ പാദകം വെച്ച് നമ്മളിപ്പോൾ പൂജിക്കുന്നു. എന്തുകൊണ്ട്? ഗുരുനാഥന്റെ പാദങ്ങൾക്ക് ഇന്ന് പ്രതീകമായിട്ട്. അപ്പൊ ആ പാദകത്തിൽ നമസ്കരിക്കുമ്പോൾ നമ്മളാരെയാ നമസ്കരിക്കുന്നത്? ശരിക്കും മനസ്സുകൊണ്ട് ആ ഗുരുനാഥന്റെ പാദങ്ങളിലാണ് നമസ്കരിക്കുന്നത്. ഇതാണ് പാദഭക്തിയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് ശങ്കരാചാര്യ സ്വാമികള് പാദഭക്തിയുടെ പ്രാധാന്യം പ്രത്യേകിച്ച് ഗുരോരംഘ്രിപൽമേ മനച്ഛേന ലഗ്നം തതക്കിം 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 തതക്കിം. എത്ര ഭംഗിയായ ഒരു ശ്ലോകമാണ്. എത്ര വലിയ ആളാണെങ്കിലും ഓരോ സ്റ്റാൻസായിൽ പറയുന്നതാണ്. ആദ്യത്തെ 2 ശ്ലോകത്തിൽ അത് പറയും. വിദേശേഷു മാന്യ സ്വദേശ, അല്ലെ, വിദേശത്ത് മാന്യനാണ്, സ്വദേശത്ത് ധന്യനാണ്, ഇതൊക്കെയുണ്ട്. പക്ഷേ ഗുരോരംഘ്രിപത്മേ മനച്ഛേന ലഗ്നം, ഗുരുപാദങ്ങളിൽ മനസ്സെത്തിയിട്ടില്ലെങ്കിൽ പിന്നെ തതക്കിം തതക്കിം തതക്കിം, പിന്നെന്ത് 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 4 തവണ പറഞ്ഞിട്ടാണ്. അപ്പൊ എന്താണ് ഏറ്റവും അത്യന്താപേക്ഷിതമായിട്ടുള്ളത്? ഗുരുഭക്തി, ഗുരുപാദങ്ങളിലെ ഭക്തി. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് പാതുകാം ദേഹി രാജേന്ദ്ര രാജ്യായതേ പാദബുദ്ധ്യ. തേ പാദബുദ്ധ്യ, ആ തേ എന്നുള്ളത് 2ാമത്തെ ലൈനിന്റെ കൂടെ ചേർത്ത് വായിക്കണം എന്നർത്ഥം.
തേ പാദബുദ്ധ്യ, അങ്ങയുടെ പാദങ്ങളാണ് എന്ന ബുദ്ധിയോടുകൂടി തേ പാദബുദ്ധ്യ മമ സേവിച്ചുകൊള്ളുവാൻ യാവത്തവാഗമനം ദേവദേവമേ താവത് ഏവ അനാരതം ഭജിച്ചിടുവൻ. അതെല്ലാം സംസ്കൃത വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യാവത് തവ ആഗമനം, എത്ര കാലം ആണോ അങ്ങയുടെ ആഗമനത്തിന് താമസമുള്ളത്, താവത് അത്രയും കാലം ഏ ദേവ അനാരതം ഭജി. കുറച്ച് സംസ്കൃതം കൂടെ ഒക്കെ അറിഞ്ഞെങ്കിൽ ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്നത്, അതുകൊണ്ട് സൂചിപ്പിച്ചാണ് എന്നർത്ഥം. ആ താവത് അത്ര കാലം ഞാൻ ഭഗവാനെ ഈ പൂജ ചെയ്തു കൊള്ളാം. ഇത്തം ഭരതോക്തി കേട്ടു രഘൂത്തമൻ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. ഈ ഭാഗം പറഞ്ഞപ്പോൾ ശ്രോതാക്കളിൽ ഒരാചാര്യനോട് പെട്ടെന്ന് ചോദിച്ചു, അതെങ്ങനെയാ ശ്രീരാമൻ നഗ്നപാതനായിട്ടാണല്ലോ നടന്നു പോയത്, പിന്നിപ്പോ ഭരതൻ എവിടുന്ന് മെതിയടി എടുത്തു കൊടുത്തു? ശരിയായ ചോദ്യം. ഇത് ആർക്കും അത് ഓർമ്മ വരാഞ്ഞ ഇതുവരെ. ഇവിടെ ഏതായാലും അത് ചോദിച്ചാരും നമ്മളെ വിഷമിപ്പിച്ചില്ല. അങ്ങനെ ഒരു ഗുരു നാരായണ ചോദിച്ചാലും മറ്റേ ഗുരുനാഥന്റെ മറുപടി നമ്മുടെ കയ്യിലുണ്ട് പറയാൻ. എന്തായിരിക്കും? ഗുരുനാഥന് പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ഗുരുവിന്റെ അനുഗ്രഹം കൊണ്ട് മറുപടി വന്നു. എന്ത്? അത് അഭിഷേകം ചെയ്യിക്കാനല്ലേ പോയത്, ശ്രീരാമനെ അവിടുന്ന് അഭിഷേകം ചെയ്ത് കൊണ്ടുവരാനാ പോയിരുന്നത്, അതിപ്പോ പാതകം വേണം, അതുകൊണ്ട് ഭരതൻ. അതാണ് ഗുരു അനുഗ്രഹം കൊണ്ട് ഉടനെ അതിന് മറുപടി കിട്ടുന്നത്. എന്താണെന്ന് ആലോചിക്കേണ്ടതായിട്ട് തന്നെ വരുന്നില്ല, ഉടനെ അതിന് മറുപടി പറഞ്ഞു കൊടുത്തു. എന്ത്? ഭരതൻ അതും കൂടെ തയ്യാറാക്കിയാണ് കൊണ്ടുപോയിരുന്നത്. ഇല്ല, നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ വെച്ച് തന്നെ അഭിഷേകം ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പൊ നിർബന്ധമായിട്ട് ആ പാതകമാണ് കൊടുത്തതെന്ന് പറഞ്ഞിട്ട് ഗുരു നല്ലൊരു ഉത്തരം പറഞ്ഞു എന്നാണ് അർത്ഥം. പാതകാം ദേഹി. എന്നിട്ടോ പൊൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ. ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വരുന്നത് നമ്മുടെ ഗുരുനാഥൻ നമുക്ക് പാതകം തന്നതാണ്. ഇതുപോലെയാണ് പാതകം കൊടുത്ത് ചേർത്തത്. ആ പാതകമാണ് ഇന്നും നമ്മുടെ പ്രധാന പൂജാ സാധനം. പുൽത്താരടികളിൽ ചേർത്ത മെതിയടി ഭക്തിമാനായ ഭരതന് നൽകിനാൻ നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. എന്തുവാ നത്വ എന്ന് പറഞ്ഞാൽ? നത്തുണ്ടായിരുന്നു എന്നാണ് അവിടെ. നമസ്കരിച്ചിട്ട് എന്നാണ്. നത്വാ പരിഗ്രഹിച്ചിടിനാൻ. വെറുതെ കൈ നീട്ടി അങ്ങ് വാങ്ങിക്കലല്ലായിരുന്നു. അത് ഇപ്പം മിക്കവാറും എല്ലാവരും വാങ്ങിക്കുന്ന ഇടത്തെ കൈ കൊണ്ടുകൂടാണ് നീട്ടുന്നത്. അങ്ങനെയല്ല, കുട്ടികളെ ഒരിക്കലും അതിന് സമ്മതിക്കരുത്. എന്തെങ്കിലും കൊടുക്കുന്നതോ വാങ്ങിക്കുന്നതോ ഒന്നും ഇപ്പൊ പൊതുവെ കാണുന്ന ഒരു പ്രത്യേകതയാണ്. ഇവിടെയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുത്താൽ ആദ്യം അതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? അച്ഛനമ്മമാർക്കെന്നല്ല പറയേണ്ടത്, കൂടുതൽ പിന്നെ മുത്തശ്ശനും മുത്തശ്ശിക്കൊക്കെയാണ് കൂടുതൽ. ഇപ്പം കുട്ടികളെ ഒരിക്കലും സമ്മതിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കൂ. നമ്മുടെ സംസ്കാരത്തിൽ ഒരിക്കലും അത് അനുവദിച്ചിട്ടില്ല എന്നർത്ഥം. നമുക്കാണെങ്കിൽ ഒരു പേരക്കുട്ടി ഇത്തിരി ലെഫ്റ്റ് ഹാൻഡറും കൂടാണ്, അതുകൊണ്ട് അവനെ അറിയാതെ ആദ്യം അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് സമ്മതിക്കരുത് എന്നർത്ഥം. പലയിടത്തും ക്ഷേത്രങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, കുട്ടികൾ ഇടത്തേക്ക് കൊണ്ടിടുക, അതിങ്ങനെ വലിച്ചെറിയുക. ഇത്ര മോശമായ സംസ്കാരം ആലോചിക്കൂ എന്നർത്ഥം. നത്വാ പരിഗ്രഹിച്ചിടിനാൻ തമ്പിയും. അല്ലെ, ഭഗവാനെ നമസ്കരിച്ചിട്ട് രണ്ട് കൈകൾ നീട്ടി ആ പ്രസാദമായിട്ടതിനെ സ്വീകരിച്ചു. എന്നിട്ട് എന്താ പറഞ്ഞത്? ഭക്ത്യാ പ്രദക്ഷിണം കൃത്വാ, നമസ്കരിച്ച് ഉദ്ധായ വന്ദിച്ച് ചൊന്നാൻ സഗദ്ഗതം. ഗദ്ഗതത്തോടുകൂടിയാണ്. ഇത് ഭക്തിയുടെ പല ഭാവങ്ങൾ പറയുന്നതിൽ ഒന്നാണ് ഈ ഗദ്ഗതം. സഗദ്ഗതം. മന്വദ്ദപൂർണേ പ്രഥമദിനെ ഭവാൻ വന്നതില്ലെന്ന് വന്നിടുകിൽ പിന്നെ ഞാൻ അന്യ ദിവസം ഉഷസി ജ്വലിപ്പിച്ചു വന്നിയിൽ ചാടി മരിക്കുന്നതുണ്ടല്ലോ. 14 വർഷം തികയുന്ന അന്ന് ഭഗവാൻ അവിടെ എത്തിയില്ലെങ്കിൽ അന്യ ദിവസം, പിറ്റേ ദിവസം അഗ്നി ജ്വലിപ്പിച്ച് ഞാൻ അതിൽ ചാടി മരിക്കുന്നതാണ് എന്നത് കേട്ട് രഘുപതിയും നിജ കണ്ണുനീരും കുടച്ചമ്പോട് ചൊല്ലിനാൻ.
അങ്ങനെ തന്നെ ഒരന്തരമില്ലതിനങ്ങ് അങ്ങ് ഞാൻ അന്ന് തന്നെ വരും നിർണയം. വാക്ക് പാലിച്ചു കൊള്ളാം, യാതൊരു സംശയവും വേണ്ട, ഞാൻ അവിടെ എത്തിക്കൊള്ളാം. ഏറ്റവും ഒടുവിൽ നമ്മൾ കാണും ഭഗവാൻ ഈ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്ത് പെട്ടെന്നാണ് പലതും സ്കിപ്പ് ചെയ്ത് പെട്ടെന്ന് ഓടുന്നത്. അങ്ങനെ അവിടുന്ന് പോയി നേരത്തെ സൂചിപ്പിച്ചതിൻ്റെ ഒരു ചെറിയ സൂചനത ഈ ഭാഗത്ത് കാണും. കൈകേയിതാനും സുതാനുവാദം കൊണ്ട് ശോകമകന്നു നടന്നു മകനുമായി. ഇവിടെ രണ്ട് വാക്ക് ശ്രദ്ധിക്കൂ. കൈകേയിതാനും സുതാനുവാദം കൊണ്ട്. അവിടെ സുതൻ എന്ന് പറഞ്ഞപ്പോൾ ആരെയാ ഉദ്ദേശിച്ചത്? ശ്രീരാമനെയാണ്. രണ്ടാമത് പറഞ്ഞതോ ശോകമകന്നു നടന്നു മകനുമായി. അപ്പൊ സുതനും മകനും തമ്മിൽ അവിടെ രണ്ടായിട്ട് തന്നെ കാണണം. അതിന് കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതാണ് എന്നർത്ഥം. ആ വാക്ക് ഇവിടെ ഉപയോഗിച്ചില്ല. എന്ത്? എന്റെ ദുഷ്പ്രവൃത്തിയെ ക്ഷമിക്കണേ എന്ന് ശ്രീരാമചന്ദ്രനോട് കൈകേയി പറയുന്നതായിട്ട് പറഞ്ഞില്ല. പക്ഷെ സൂചന അതാണ്. അങ്ങനെ ശോകം അകന്നു. എന്തുകൊണ്ട്? കാര്യമൊക്കെ മനസ്സിലായി. ഞാൻ ഇതിനൊരു കുറ്റം ഏറ്റു പറഞ്ഞു, ഇതാണെന്ന് ബോധ്യമായതോടുകൂടി ശോകമകന്നു. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വല്ലാതാക്കാൻ പാടില്ല. ഇതിനു വേണ്ടിയിട്ടാണ് ഈ കുംഭസാരം അഥവാ ഏറ്റുപറച്ചിൽ, പശ്ചാത്താപം എന്നൊക്കെ സൂചിപ്പിക്കും. അതോടുകൂടി പിന്നെ അത് മറന്നു. പിന്നെ പഴയതിനെക്കുറിച്ച് കഴിഞ്ഞതിനെക്കുറിച്ചൊരു ചിന്തയോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണ് ഗുരുനാഥന്റെ അടുത്തൊക്കെ പോയിട്ട് ഏറ്റുപറയുന്നത്. അതോടുകൂടി ആ ബുദ്ധി ശുദ്ധമാകണം. പിന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് ശോകമകന്നു. പിന്നെ ഒരിക്കലും അതൊരു ദുഃഖത്തിനുള്ള കാരണമായിട്ട് ശേഷിച്ചില്ല. പിന്നെ അങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്നിട്ട് ഭഗവാനെ ചിന്തിച്ച് തന്നെ കഴിഞ്ഞു. എന്നിട്ട് നന്ദിഗ്രാമത്തിൽ വെച്ച്, അയോധ്യയിലേക്ക് പോകാതെ നന്ദിഗ്രാമത്തിൽ തന്നെ വെച്ച് പാതുകാംസിം വെച്ച് സിംഹാസനേ രാഘവപാദങ്ങളെന്ന് സങ്കല്പിച്ചു സാദരം. ഭഗവാന്റെ പാദങ്ങളിൽ പൂജ ചെയ്യുന്ന അതേ ഭാവത്തിൽ ഈ പാതുകത്തില് പൂജ ചെയ്തു. എങ്ങനെയൊക്കെയാണ് പൂജ ചെയ്തതെന്നൊക്കെ സൂചിപ്പിച്ചു. പിന്നീട് ക്യാമറ മറുവശത്തേക്ക് തിരിഞ്ഞിട്ട് പറഞ്ഞു, എന്ത്? ഭഗവാൻ അവിടെ വെച്ചൊരു ചെറിയ ആലോചന. എന്ത്? മിത്രവർഗങ്ങൾ അയോധ്യയിൽ നിന്ന് വന്നെത്തും, ഇവിടെ ഇരുന്നാലിനിയുടൻ. ഇപ്പൊ പലരും വന്ന് സ്ഥലം കണ്ടുപിടിച്ച് നമ്മൾ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചു. അതുകൊണ്ട് എന്ത് ചെയ്യും? ഇനി നമ്മൾ ഇവിടെ തന്നെ ഇരുന്നാല് ഓരോരുത്തരായിട്ട് വന്ന് കണ്ടുകൊണ്ടിരിക്കും. നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും നടക്കാതെ വരും. അതുകൊണ്ട് എന്ത് വേണം? നമുക്കിവിടുന്ന് നടക്കാം എന്ന് പറഞ്ഞിട്ട് നേരെ അത്രിയുടെ ആശ്രമത്തിലേക്ക് പോകുന്നതാണ് പിന്നെ സൂചിപ്പിക്കുന്നത്. അത്രി ആശ്രമ പ്രവേശമാണ്. അവിടെ ചെന്നു മഹർഷിയെ നമസ്കരിച്ചു. രാമോഹ്യമദ്യ ധന്യോസ്മി മഹാമുനേ ശ്രീമൽപദം തവ കാണായ കാരണം. ആ രാമോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? അഹം രാമ, ഞാൻ രാമനാണ്. അദ്യ ഇന്ന്, ധന്യോസ്മി ഞാൻ ധന്യനായി. എന്തുകൊണ്ട്? മഹാമുനെ ശ്രീമൽപദം തവ. മഹാത്മാക്കളുടെ അടുത്ത് ചെല്ലുമ്പോഴത്തെ രീതി എങ്ങനെയായിരിക്കണം എന്ന് സൂചിപ്പിക്കും. പലതവണ നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്നർത്ഥം. മഹാത്മാക്കളുടെ മുമ്പിലുള്ള വിനയം. ഭഗവാനൊക്കെ അതിന് നമുക്ക് മോഡല് കാണിച്ചു തന്നെ. അവിടെങ്കിലും ചെന്നൊരിക്കലും തൻ്റെ പദവിയോ വിദ്യാഭ്യാസ യോഗ്യതയോ ധനത്തിൻ്റെ ഇതൊന്നും അവിടെ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, വേഷഭൂഷാദികൾ പോലും വളരെ മിതമായിട്ട് ആയിരിക്കണം, വിനയത്തിൻ്റെ ഭാഷയിലായിരിക്കണം. അവിടെ ചെന്ന് നമസ്കരിച്ചു. പക്ഷെ തിരിച്ചോ ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ട് പൂജിച്ചിത് അർഘ്യപാദ്യാദികൾ കൊണ്ട് തം രാജീവലോചനം ഭ്രാതൃഭാര്യാന്വിതം. പക്ഷെ മഹർഷിക്കറിയാം ആരാണെന്ന്. ജ്ഞാനദൃഷ്ടി കൊണ്ടവര് മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഭഗവാനെ പൂജിച്ചു. എന്നിട്ട് ഒക്കെ പറഞ്ഞു. എന്ത്? ചെന്ന അനസൂയ പദങ്ങൾ വണങ്ങിനാൾ. അത്രിയുടെ ഭാര്യയാണ് അനസൂയ. ചെന്ന അനസൂയ ദേവിയെ നമസ്കരിച്ചു. സീതാദേവി എന്ന് നമസ്കരിച്ചപ്പോൾ പറഞ്ഞ മറുപടി എന്താണ്? സൽസംഗമം ജന്മസാഫല്യമോർക്ക നീ. രാമായണത്തിനുടനീളം ഭാഗവതത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു മെസ്സേജാണ്. എന്ത്? സത്സംഗമാണ് ഏറ്റവും മുഖ്യം. നമ്മൾ പലപ്പോഴും അവഗണിക്കുന്നതും അതാണ്. നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നത് മറ്റു പലതിനും
ആണ്. വ്രതത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടലോ, ഉപവാസത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടലോ, ക്ഷേത്ര ദർശനത്തിന്റെ പേരിൽ ഏതെങ്കിലുമൊക്കെ ചെയ്യലുമാണ് പലപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത്. ക്ഷേത്രങ്ങളൊക്കെ ശരിക്ക് സത്സംഗങ്ങൾക്കുള്ള വേദിയായിട്ടാണ് ആചാര്യന്മാര് നിർദ്ദേശിച്ചിരിക്കുന്നത്. പലർക്കും ഒത്തുകൂടാനും അറിവുള്ളവര് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു കൊടുക്കാനും. അല്ലെ, സത്സംഗത്തെക്കുറിച്ച് പറയുന്നത് തന്നെ തത്ചിന്തനം, തത് കഥനം, അന്യോന്യം തത് പ്രബോധനം. തത്ചിന്തനം, അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. തത്വമസിയിലെ തത്ചിന്തനം. അവിടെ വേറെ ചിന്തയൊന്നുമില്ല. അല്ലെ, അടുത്ത പ്രൈം മിനിസ്റ്റർ ആരായിരിക്കും, അടുത്ത ചീഫ് മിനിസ്റ്റർ ആരായിരിക്കും, അല്ലെ, കോപ്പ അമേരിക്കൻ ഫുട്ബോളിൽ ഇപ്പോഴത്തെ ഇതൊന്നും ആയിരിക്കുകയല്ല അവിടെ ചർച്ച. പിന്നെന്താണ്? തത്ചിന്തനം, തത്കഥനം. ചിന്തിക്കുന്നതും പറയുന്നത് മുഴുവൻ ഭഗവാനെ കുറിച്ച് മാത്രമാണ്. എന്നിട്ടോ അന്യോന്യം തത് പ്രബോധനം. അന്യോന്യം തത് പ്രബോധനം. കാരണം എല്ലാം പഠിച്ചവരും ആരുമില്ല, ഒന്നും പഠിക്കാത്തവരും ആരുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒന്നിച്ചിരുന്ന് പല കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, ഒരാൾ അവരവർക്കറിയാവുന്ന പറയുന്നു, ഓരോരുത്തരും അവരവരുടെ വകയായിട്ടുള്ള കോൺട്രിബ്യൂഷൻ ചെയ്യുന്നു, അങ്ങനെ പഠിക്കുന്നു. സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. രാമായണത്തിൽ വേറെ എവിടെയെങ്കിലും ജന്മസാഫല്യത്തിന് വേറെ എന്തെങ്കിലും ഒരു മാർഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കൂ. ജന്മം സഫലമാകണമെങ്കിൽ എന്ത് വേണം? ക്ഷേത്ര ദർശനം കൊണ്ടോ, വ്രതാനുഷ്ഠാനം കൊണ്ടോ, ഉപവാസം കൊണ്ടോ, അതുകൊണ്ടോ ഇതുകൊണ്ടോ ഒന്നും ജന്മസാഫല്യം വരുമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ജന്മം സഫലമാക്കണമെങ്കിൽ എന്ത് വേണം? എവിടെ വേണമെങ്കിലും നോക്കൂ, കാണാം. ശബരി മാതാവിനോട് ഭഗവാൻ പറയുന്നു, ഇന്നലെ നമ്മൾ അനുസ്മരിച്ചു. എന്താണ്? മുഖ്യ സാധനമല്ലോ സജ്ജനസംഘം. അവിടെ നമ്പർ 1 ആയിട്ട് പറഞ്ഞത് എന്താണ്? സജ്ജനസംഘം. പൂജയൊക്കെ പിന്നെ 6ാമതൊക്കെയാണ് പറയുന്നത് എന്നർത്ഥം. എന്നെ പൂജിക്കുക എന്നുള്ളത് 6ാമതും. എന്തുകൊണ്ടാണ്? സത്സംഗം വഴി വേണ്ടത്ര വിവരമുണ്ടായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് പൂജയും വ്രതാനുഷ്ഠാനങ്ങളും തീർത്ഥാടനവും ഒക്കെ. പക്ഷെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ചാടി വീണ് 6ാമത് ചെയ്യേണ്ടത് ആദ്യമേ ചെയ്യും. അതുകൊണ്ട് എന്ത് വരും? നാട്ടിൻപുറത്ത് ഒരു ഫ്രേസ് പറയും, കടിച്ചതും ഇല്ല പിടിച്ചതും ഇല്ല. അതുപോലെയാണ് വരുന്നത്. ഇതിന്റെ പ്രയോജനമില്ല, അതിനോട്ട് താല്പര്യമില്ല. സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. ഇന്നലെ നമ്മൾ പറഞ്ഞു ഇതിലെ ഭാഗവത്തിലെ ലൈൻ എന്ത്? ഭാഗ്യോദയേന ബഹുജന്മ സമാർജിതേന സത്സംഗമേവ ലഭതേ. എപ്പോഴാണ് സത്സംഗത്തിന് ഭാഗ്യം ഉണ്ടാകുക? ബഹുജന്മ സമാർജിതേന ഭാഗ്യോദയേന. ഒരു ജന്മത്തിലെ ഒന്നും ഭാഗ്യം. നോക്കൂ, നമ്മളൊക്കെ എത്ര ഭാഗ്യവാന്മാരാണ്. എത്രയോ ജന്മങ്ങളിലെ ഭാഗ്യം ഉദയം ചെയ്യുമ്പോഴാണ് സത്സംഗത്തിന് അവസരമുണ്ടാകുക. അവിടെ എന്താ സംഭവിക്കുന്നത്? അതും നമ്മൾ പറഞ്ഞു. അജ്ഞാനഹേതുകൃതമോഹമഹാന്ധകാര നാശം. അജ്ഞാനഹേതുകൃതമായിട്ട് എത്രയോ ജന്മങ്ങളിൽ ചെയ്തു കൂട്ടിയ മോഹമഹാന്ധകാരം മുഴുവൻ ഇല്ലാതെയാകുന്നത് ഈ സത്സംഗവേദിയിൽ മാത്രമാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഇന്നലെ നമ്മൾ കണ്ടു, സത്സംഗം കൊണ്ട് ലഭിച്ചിടുന്ന ഭക്തിയോടും. അല്ലേ, ശരിയായ ഭക്തി എപ്പോഴാണ് ഉണ്ടാകുന്നത്? സത്സംഗത്തിൽ നിന്ന് മാത്രമാണ്. കപില ഭഗവാനെ നമ്മൾ അവിടെ അനുസ്മരിച്ച് ഇന്നലെ പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടെന്നറിയില്ല. മഹദനുഗമലഭ്യാ ഭക്ത്യാ. അല്ലേ, അമ്മയ്ക്ക് കപില ഭഗവാൻ ഉപദേശിച്ചു കൊടുത്ത ഭക്തി എന്താണ്? മഹാത്മാക്കളെ അനുഗമിച്ചിട്ട് അവരുടെ അനുഗ്രഹം കൊണ്ട് കിട്ടുന്ന ഭക്തിയാണ് ശരിയായ ഭക്തി. അതുകൊണ്ട് പലർക്കും നമുക്ക് ഭക്തിയെക്കുറിച്ച് ചില മുൻവിധികളും തെറ്റിദ്ധാരണകളും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഭക്തിയെക്കുറിച്ച്. ശരിയായ ഭക്തി എന്താണെന്ന് അറിയണമെങ്കിൽ ഇന്നലെ പറഞ്ഞു, ഭഗവത്ഗീത 12ാം അധ്യായത്തിലെ 13 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങളെ പഠിക്കൂ. അപ്പോൾ മനസ്സിലാകും. അദ്വേഷ്ട സർവഭൂതാനാം മൈത്രകരുണയേവ ച നിർമ്മമോ നിരഹങ്കാരഃ. ഇന്ന് എത്രയും മതി, ബാക്കി പിന്നെ വരെ. സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. ജന്മം സഫലമാകണമെങ്കിൽ എന്ത് വേണം? നന്നായിട്ട് ഓർമ്മയിലിരിക്കട്ടെ. അടുത്ത തലമുറയ്ക്ക് ഇത് പറഞ്ഞു കൊടുക്കൂ.
നമ്മുടെ ആചാര്യന്മാരെല്ലാവരും എപ്പോഴും പറയുന്ന ഇതാണ്, എവിടെങ്കിലും ആരെങ്കിലും കുറച്ച് പേര് വരുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ സീനിയർ സിറ്റിസൺസ് ആണ്. നരയ്ക്കാത്ത തല വളരെ കുറച്ചായിരിക്കും അവിടെ എന്നാണ്. സീനിയർ സിറ്റിസൺസ് ആണ് കൂടുതൽ സത്സംഗത്തിന് വരുന്നത്. എന്താ സൂചിപ്പിക്കുന്നത്? ചെറുപ്പക്കാർക്കൊന്നും ഇതിന് താല്പര്യമില്ല. അതാണ് പലപ്പോഴും അപകടം സൃഷ്ടിക്കുന്നത്. അവിടെ നമുക്ക് ചെയ്യാവുന്നതാണ്, ഇവിടുന്ന് കിട്ടുന്ന ജ്ഞാനത്തിന്റെ മുത്തുകൾ അവരുടെ മുമ്പിലും വാരി വെതറാൻ കഴിയട്ടെ. അതിന്റെ തിളക്കം കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവരതിലേക്ക്, ഈ അമ്മൂമ്മ എന്നും അവിടെ പോകണമെങ്കിൽ എന്തെങ്കിലും അവിടെ കാര്യം കാണുമല്ലോ എന്ന് ചിന്തിച്ചു തുടങ്ങും കുട്ടികളെ. അങ്ങനെ അവരെയൊക്കെ ഈ വഴിക്ക് കൊണ്ടുവരൂ. ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞില്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കൂ. എന്താ സൂചിപ്പിക്കുന്നത്? ഈ സംസ്കാരത്തിന്റെ മഹിമ നമ്മുടെ അടുത്ത തലമുറ, സത്സംഗത്തിന്റെ പ്രാധാന്യം നന്നായിട്ട് ഓർമ്മ ഉണ്ടാവട്ടെ. എന്നിട്ട് എന്ത് ചെയ്തു? അംഗരാഗവും പട്ടും അതുമൊക്കെ കൊടുത്തു. എന്നിട്ട് ദേവിക്ക് ഒരു എൻഡോഴ്സ്മെന്റും കൊടുത്തു. എന്താണ്? നന്നു പാതിവൃത്യമാശ്രിത്യ രാഘവൻ തന്നോട് കൂടെ നീ പോന്നതും ഉത്തമം. നന്നായി, വെൽ ഡൺ. കാട്ടിലൊക്കെ എങ്ങനെയാ പോകുന്നത്? അപ്പൊ നിങ്ങൾ പോയിട്ട് വരൂ. പ്രത്യേകിച്ച് ശ്രീരാമൻ ആവശ്യപ്പെട്ടത് എന്തായിരുന്നു? കൗസല്യൊക്കെ ശുശ്രൂഷിച്ച് പാതിവൃത്യ കാട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ദേവി പറഞ്ഞ ഒരു കാരണം കൂടെ അതായിരുന്നു അല്ലേ? പാദശുശ്രൂഷാവൃതം മുടക്കായികമേ. പണ്ടത്തെ ഭാര്യമാർക്ക്, ഇപ്പോഴല്ല, പണ്ടത്തെ ഭാര്യമാർക്ക് ഭർത്താവിന്റെ പാദശുശ്രൂഷ മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, വേറെ യാതൊരു ആചാരാനുഷ്ഠാനങ്ങളും പറഞ്ഞിരുന്നില്ല. ഭർത്താവിനെ ദൈവമായിട്ട് കണ്ടിട്ട് ഭർത്താവിനെ ശുശ്രൂഷിച്ചാൽ മാത്രം മതി. ഭർത്താവിന് കിട്ടുന്ന അനുഗ്രഹം മുഴുവൻ ഭാര്യ എടുത്തിട്ട് ബാക്കിയേ ഭർത്താവിന് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തെറ്റിദ്ധരിക്കരുത്. പണ്ട് നമുക്ക് സ്ത്രീകൾക്ക് ഇതൊന്നും പാടില്ല എന്ന് പറഞ്ഞിരുന്നത് ഈ അർത്ഥത്തിലായിരുന്നു. നാമജപം പാടില്ല, ഓംകാരം ജപിക്കാൻ പാടില്ല, സഹസ്രനാമം ജപിക്കാൻ പാടില്ല എന്നൊക്കെ പണ്ട് ചില നിബന്ധനകളുണ്ടായിരുന്നു. അതിൻ്റെ സൂചന അവർക്ക് ഈ ഒരു ശുശ്രൂഷ മാത്രം മതി, അവർക്ക് ഇതിൻ്റെ എല്ലാം പ്രയോജനം കിട്ടും. എന്തുകൊണ്ട്? സത്സംഗമം ജന്മസാഫല്യമോർക്ക നീ. എന്നിട്ടൊരനുഗ്രഹം കൂടെ കൊടുത്തു. എന്ത്? കാന്തി നിനക്ക് കുറയാതൊരിക്കലും, ഒരിക്കലും നിന്റെ സൗന്ദര്യത്തിനൊരു കുറവും വരാതിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്നാണ് പറയുക. കുറച്ച് കഴിയുമ്പോൾ രാവണന്റെ കസ്റ്റഡിയിൽ നിന്നൊക്കെ സീതയെ മോചിപ്പിച്ചു കൊണ്ടുവരുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ശ്രീരാമന് ചെറിയൊരു സംശയം തോന്നിയോ എന്ന് ചിലർക്കൊരു സംശയം നിന്നാറുണ്ടെന്ന്. എന്തുകൊണ്ട്? ദേവി അനുഗ്രഹിച്ചെന്താണ്? അനസൂയാദേവി അനുഗ്രഹിച്ചെന്താണ്? ഭർത്താവിന്റെ ദൃഷ്ടിയിൽ, കഥയിൽ അങ്ങനെയും കൂടാണ് പറയുന്നത്, ഭർത്താവിന്റെ ദൃഷ്ടിയിൽ നീ എപ്പോഴും സുന്ദരിയായിരിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? മെലിഞ്ഞ് എല്ലും തോലും ഒക്കെയായിട്ടാണ് സീതാദേവി വന്നതെങ്കിലും ശ്രീരാമന്റെ ദൃഷ്ടിയിൽ എങ്ങനെയിരുന്നു? പൂർവാധികം ഭംഗിയായിട്ടിരുന്നു. അപ്പൊ ശ്രീരാമന് ചെറിയ ഒരു സംശയത്തിന്റെ, ആണുങ്ങളുടെ സ്വഭാവം അതാണല്ലോ, ചെറിയ ഒരു സംശയത്തിന്റെ ലാഞ്ചന. ഇത്രയും കാലം ഇവിടൊക്കെ കഴിഞ്ഞിട്ടും സീതാപരിത്യാഗത്തിലേക്ക് നയിക്കാൻ അതൊരു ചെറിയ കാരണമായിരുന്നു എന്നും കൂടി ഇതിലൊന്നും ഈ രാമായണത്തിലൊന്നും പറയുന്നില്ല, ചില കഥകളിൽ സൂചിപ്പിക്കാറുണ്ട്. കാന്തി നിനക്ക് കുറയാതൊരിക്കലും. അങ്ങനെ അനുഗ്രഹിച്ചു. എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു, എന്ത്? ഭവാനഹോ നാരായണനായതെന്നറിഞ്ഞേനഹം നിന്മഹാമായ ജഗത്രയവാസിനാം സമ്മോഹകാരിണിയായത് നിർണയം. ജഗത്രയവാസിനാം സമ്മോഹകാരിണി, 3 ലോകങ്ങളിലുള്ള ആളുകളെയും മോഹിപ്പിക്കുന്നതാണ്